ആപ്കി അദാലത്തിൽ സിംഗറും കമ്പോസറുമായ കൈലാഷ് ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വളരെയധികം ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരും കരുതും താങ്കൾ എന്താ സന്യാസിയാണോ എന്ന്. അതുപോലെ താങ്കൾക്ക് യാതൊരു വിധത്തിലുമുള്ള ലക്ഷറി ജീവിതവും ആവശ്യമില്ലെന്നും അവർ കരുതുന്നു. പക്ഷെ താങ്കൾ എങ്ങനെയുള്ള ഡിമാൻഡുകളാണ് പറയുന്നതെന്ന് വെച്ചാൽ ആരാണ് ഇയാൾ, എവിടെ നിന്ന് വന്നു? നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ അറിയാതിരിക്കുകയാണെങ്കിൽ അത് വേറൊരു സിറ്റുവേഷനാണ്. എന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ആവശ്യമാണ്. അതിനനുസരിച്ച് പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കൂ. അതായത് നമുക്ക് സമയത്തിൻ്റെ കുറവുണ്ടാവും. എന്നിട്ടും ചാലഞ്ചുകൾ കൂടുതലാണെങ്കിൽ ഒരു ഭാഗത്ത് നമ്മളെ കാണാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരെയും നമ്മൾ ആ സമയത്ത് അവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കണം. എല്ലായിടത്തും സമയം കൃത്യമായി പാലിക്കണം. സ്റ്റേജിലേക്ക് കറക്റ്റ് സമയത്ത് പോകാൻ പറ്റണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചില ബേസിക് ആവശ്യങ്ങൾ, ഞാൻ എവിടെയൊക്കെ പോയാലും ഹോട്ടൽ ഭക്ഷണം കഴിക്കാറേ ഇല്ല. വലിയ വലിയ ഹോട്ടലുകളിൽ ഞാൻ താമസിക്കാറുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാറില്ല. ഒരു കോഫി പോലും ഞാൻ അവിടെ കുടിക്കാറില്ല. സോ ഇങ്ങനെ ചെയ്ത് ഞാൻ ഓർഗനൈസേഴ്സിന്റെ ഭക്ഷണത്തിന്റെ ചെലവ് കുറയ്ക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ചെലവ് തന്നെ ഇതാണല്ലോ. പിന്നെ ഞാൻ താമസിക്കാൻ ഒരു വലിയ സ്ഥലം തന്നെ പ്രതീക്ഷിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നാൽ എനിക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും. നമ്മുടേതായ ഒരു റെക്കഗ്നേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്കിടയിൽ നമുക്കങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ സമയം കിട്ടിയെന്ന് വരില്ല. എന്നാലും നമ്മൾ ആരെയും വിഷമിപ്പിക്കാനും പാടില്ല. ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് കർക്കശമുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മാം പറഞ്ഞു ഫോട്ടോ എടുക്കാതെ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഞാൻ എന്തുകൊണ്ടാണ് അതിന് മറുപടി പറയാൻ മടിക്കുന്നത് എന്ന്. കാരണം എനിക്ക് ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് പിടിക്കണം. ഇന്ന് എനിക്ക് പോയിട്ട് റെക്കോർഡിംഗ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തേ മതിയാവൂ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഞാൻ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ഫോട്ടോയും എടുക്കേണ്ടതുണ്ട്. അതെ, അപ്പോൾ ഇതുപോലെയുള്ള രജസർ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ എൻ്റെ ബേസിക് ഡിമാൻഡ് എന്തായിരിക്കുമെന്ന് വെച്ചാൽ, എനിക്ക് താമസിക്കാൻ ഒരു വലിയ സ്ഥലം വേണം. അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരെങ്കിലും വേണം. അതായത് ഫാസ്റ്റായിട്ട് തുണിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയുടെ അടുത്ത് വരെ എടുത്തുകൊണ്ട് വരണം. അതായത് സ്റ്റേജിലേക്ക് ഈ സാധനങ്ങളൊക്കെ എത്തിക്കുന്ന ആ ഒരു ലോജിസ്റ്റിക്സ്. സോ എനിക്ക് ഈ ലക്ഷറി എന്നൊരു കാര്യം വളരെ അത്യാവശ്യമായി മാറുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലക്ഷറി പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ വേറൊരു പാർട്ടിയിലും അങ്ങനെ പങ്കെടുക്കാറില്ല. അതായത് ഞാൻ നടത്താറില്ല. ആരെങ്കിലും നടത്തിയാൽ അങ്ങോട്ട് പോകാറുമില്ല. ഞാൻ എല്ലാവരുടെ കാശും ലാഭിക്കാൻ നോക്കുകയാണ്. ഇപ്പോഴും വീട്ടിലെ ഭക്ഷണമാണ് കഴിക്കുക. ഇപ്പോഴും, അതായത് ഇന്നും നിങ്ങളുടെ ഈ ഷൂട്ടിൽ പോലും എനിക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരും. നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ കഴിക്കും. താങ്കൾ പറയുന്ന ഈ കാര്യം ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. അതായത് വലിയ ആളായി കഴിഞ്ഞാൽ, വലിയ വലിയ കോൺസെപ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടിക്കൊണ്ടേ പോകണം. പക്ഷേ ചിലരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ക്യാഷ് ഡിമാൻഡ് ചെയ്താലും ചെക്ക് ഡിമാൻഡ് ചെയ്താലും കേൾക്കുമ്പോൾ തല ചുറ്റുമെന്നും. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ നെയ്യുടെ രുചിയാണ് അറിയേണ്ടതെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഡാൽഡയെ പറ്റി ചിന്തിക്കാനേ പാടില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ എന്നെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ദൃഢമായ തീരുമാനം എടുത്തില്ലെങ്കിൽ, അതായത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. വലിയ വലിയ ആളുകളൊക്കെ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ സാർ എല്ലാം റെഡിയാണ് സാർ, എല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് സാർ. സോ ഇത് കേട്ടാൽ എല്ലാവരും അങ്ങ് സമ്മതിക്കും, ഏത് കാര്യമായാലും ശരി. എന്നാൽ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഹാർമോണിയം മാത്രം കൈ തന്നാൽ മതി. സോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ സംസ്കാരത്തിന് കോട്ടം തട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരാൾക്ക് ദൈവം ഒരു കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾ ആത്മാർത്ഥതയോടെ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. तूने सारा जन्म गंवा के अपना गात खो लिया और गेहूं चावल का गल्ला तो बेईमानों ने ढो लिया. ഈയിടെയായിട്ട് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാരുടെ ഓരോ വാക്കിനും അത്രയേറെ പ്രശസ്തി കിട്ടുന്നത്? ഇംഗ്ലീഷുകാർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ലോകം കാതു കൊടുക്കുന്നത്? അതായത് ഈ ഇംഗ്ലീഷ് ഭാഷ എന്ന് വെച്ചാൽ ഒരു 2000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒന്നാണ്. അതാണ് സംസ്കാരം എന്ന് നമ്മൾ പറയുന്നു. ശരി, ഭാഷ. ഇന്ത്യയിൽ ഈ ഇംഗ്ലീഷ് ഭാഷയൊക്കെ ഒരു 300 വർഷമായിട്ടേ ഉള്ളൂ വന്നിട്ട്. ഇന്ത്യക്കാർക്ക് അതിന് മുന്നേ അറിയില്ല ഈ സോറിയും താങ്ക് യുവും പിന്നെ എന്താ പറയാറ്, യെസ്, നോ. 300 വർഷങ്ങൾക്ക് മുന്നേ ഇതൊന്നും ഇന്ത്യക്കാർക്ക് അറിയില്ലായിരുന്നു. ഈ വാക്കുകളൊക്കെ എങ്ങനെ ഉണ്ടായി, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന്. സാർ, ഇന്ന് ഈ ക്രേസിനെസ് എത്തരത്തിലാണ് വ്യാപിച്ചതെന്നൊന്ന് നോക്കിക്കേ. എല്ലാവർക്കും ഇന്ന് ഇംഗ്ലീഷുകാരായിട്ട് മാറാനാണ് താല്പര്യം.
അതായത് നമ്മുടെ പിതാവും മുത്തശ്ശനും ഒക്കെ ഉറുദു ആണ് പഠിച്ചതെങ്കിലും അതല്ലെങ്കിൽ സംസ്കൃതമാണ് പഠിച്ചതെങ്കിലും അതായത് ഇതൊക്കെ പഠിച്ചവരാണെങ്കിലും അവരുടെയൊക്കെ മക്കളെ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പറഞ്ഞയക്കാൻ നോക്കുന്നത്. താങ്കൾ എന്തിനാണ് ഈ ബ്രിട്ടീഷുകാരെയും വെള്ളക്കാരെയൊക്കെ ഇങ്ങനെ കളിയാക്കുന്നത്? അല്ലല്ല, ഞാൻ കളിയാക്കിയതൊന്നുമല്ല. താങ്കൾക്ക് അവര് ടോയ്ലറ്റ് പോകുന്ന കാര്യത്തിലും വലിയ വിമർശനമാണ് ഉള്ളത്. അതെ, അവര് പോകുന്ന രീതി ശരിയല്ലല്ലോ. ആ പ്രോബ്ലം എനിക്ക് മാത്രമല്ല. ഞാൻ ഈയിടെയായിട്ട് റീസെന്റ് ആയിട്ട് UK ടൂർ പോയിരുന്നു. ഞാൻ ഇടയ്ക്കിടെ പോയിട്ട് വരാറുള്ളതാണ്. എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. ഇവര് ബാത്റൂം പോയി വന്നാൽ കൈപോലും കഴിക്കില്ല, ഇവരാണ് നമ്മളെ ഭരിച്ചത് എന്ന്. ഈയൊരു കാര്യം ഇതെനിക്ക് ഒരുപാട് നാളായിട്ട് തോന്നുന്നതാണ്. അതായത് അവരുടെ ഈ 2000 വർഷം പഴയതാണെന്നൊക്കെ പറയുന്ന സംസ്കാരത്തിൽ ബാത്റൂമിൽ പോയിട്ട് കഴുകില്ല. ഞങ്ങളൊക്കെ ഇത് തുടച്ചു കളയുകയാണെന്ന് പറയും. ടോയ്ലറ്റിൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ, അതിൽ താങ്കൾക്ക് എന്താണ് പ്രശ്നം? നമ്മളെ അതിനെ തുടക്കുക എന്നാണ് പറയുക. അവർ ഈ കാലത്തും തുടക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് ഒരു കാലത്ത് നമ്മളെ ഭരിച്ചിരുന്നത്. നമ്മളുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, അതായത് ഈ വേദങ്ങൾ, പുരാണങ്ങൾ, സന്യാസിമാർ, ജ്ഞാനി, പണ്ഡിതന്മാർ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്ത് ജനിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ലോകത്തിന് പല മേഖലയിൽ വെളിച്ചം നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് വലിയ വലിയ ജ്ഞാനികൾ ഉണ്ടായത്. കേംബ്രിഡ്ജില്, ഹാർഡ്വേർഡില്, അതുപോലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയില്. അവരുടെ സ്വഭാവം 10 പൈസയ്ക്ക് പോലും പ്രയോജനമില്ലാത്തതാണെന്ന് താങ്കൾ പറയുന്നത് ശരി. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പറഞ്ഞിരിക്കുന്നു. അല്ല, അത് സത്യമാണ്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അപ്പം നൽകിയ ഒരു ഉദാഹരണം ശരി തന്നെയാണ്. അവർക്ക് മുന്നേയും നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ സംസ്കാരത്തിന് മുഖ്യത്വം നൽകിയവരാണ്. അവരും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. സോ അവർക്കൊക്കെ ശേഷം ഇന്ത്യയിൽ ഉണ്ടാവേണ്ടിയിരുന്ന മാറ്റങ്ങൾ, സംഭവങ്ങൾ, ഇതൊന്നും ഇന്നും യാഥാർത്ഥ്യമായി മാറിയിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ ഇന്ത്യ ഒരു സമാധാനപൂർണമായി ഒരു വികസനത്തിന്റെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതല്ലാതെ ഈ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളിലൊക്കെയാണ്. ഞാൻ പറയുന്നത് എന്താണെന്നാൽ സാർ, ഭാഷ നിങ്ങളുടേതായിരിക്കാം, പക്ഷെ സംസ്കാരം ഞങ്ങളുടേത് തന്നെയാണ്. സംസ്കാരം നമ്മളുടേത് തന്നെയാണ് മികച്ചത്. ഭാഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഭാഷയുടെ കാര്യത്തിൽ അവർ കൂടുതൽ ഡെവലപ്ഡ് ആയിരിക്കാം. പക്ഷെ നമ്മളെന്നും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ സംസ്കാരത്തിന് തന്നെയാണ്. അതായത് അവരുടെ ഷോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൾ പ്ലേ ചെയ്തിരുന്നു. പക്ഷെ അവര് ലേഹ്യം വിൽക്കാൻ വന്നതാണെന്നാണ് താങ്കൾ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ടുള്ള പണിക്ക് തന്നെയാണ് വന്നത്. ഞാൻ നമ്മുടെ ഓഡിയൻസിനോടാണ് പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ കുടുംബങ്ങളോടാണ്. അതായത് ഇവർ ഈ ബ്ലാക്കിലൊക്കെ ടിക്കറ്റ് വാങ്ങിയിട്ട് അവൻ എന്താ പാടുന്നെന്ന് പോലും ഇവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അവന്റെ കൂടെ ചേർന്ന് ഇവരിങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് സാർ. അത് 30,000 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് വാങ്ങിയിട്ട്. ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തെയാണ് കളിയാക്കിയത് സാർ. നമ്മുടെ കുടുംബങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. താങ്കളും വിദേശത്തൊക്കെ പ്രോഗ്രാം നടത്തില്ലേ? അവിടെ വെള്ളക്കാരൊക്കെ വരാറില്ലേ താങ്കളുടെ സംഗീതം കേൾക്കാൻ വേണ്ടി? ഭഗവാന്റെ അനുഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതായത് എൻ്റെ കൈലാസ കോൺസേർട്ട് നടന്നപ്പോൾ അവർ ലോക്കൽ ഫെസ്റ്റിവലിനൊക്കെ കൈലാസ കോൺസേർട്ട് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ ദി ഓൺലി പണ്ഡിറ്റ് ജി ബാൻഡ് കൈലാസ. അതായത് ക്ലാസിക് മ്യൂസീഷ്യൻസിനേക്കാളും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് മെയിൻ സ്ട്രീം കലാകാരന്മാരെയും അവരവിടെ വരുത്താറുണ്ട്. അവരുടെ ഒരുപാട് ഫെസ്റ്റിവലുകളിൽ ഞാൻ പോയി പാടിയിട്ടുണ്ട് സർ. ഹോളിവുഡ് ബോൾ, സന മോണിക്ക പിയർ ആൻഡ് KCRW അവരുടെ റേഡിയോ ആണ്. NPR അത് അവിടെയുള്ള ഗവൺമെന്റിന്റെ തന്നെ റേഡിയോ ആണ്. അതിലും കൈലാസ ഒരു ഫീച്ചർ ചെയ്തിരുന്നു. ഒരു സെലിബ്രേറ്റ് ബ്രൂക്ലിൻ. ഇവിടെ എങ്ങനെയാണോ ഒരു നോയിഡ ഫെസ്റ്റിവൽ നടത്തുന്നത്, അതേപോലെ തന്നെ അവിടെ ബ്രൂക്ലിൻ, അവിടെ ന്യൂയോർക്കിലുണ്ട്. അവിടെ കളർഫുൾ ആയിട്ടുള്ള ഓഡിയൻസ്, അതായത് 15 നാടുകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ അവിടെ വരാറുണ്ട് എൻ്റെ പാട്ട് കേൾക്കാൻ. ഇത് ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ പറയൂ. അവിടെ പോയി ഞാൻ പാടാറുള്ള പാട്ടുകൾ अगर बम 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 लहरी, अगर बम 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 लहरी, मेरी एक सुनो गोरा रानी, मेरी एक सुनो अंतर्यामी, मैं तो दासी जन्म जन्म की, मैं तो दासी जन्म जन्म, बाली उम्र से भक्ति करती, बाली उम्र से भक्ति कर, तुम्हें छोड़ के कहीं न जाऊं, तुम्हें छोड़ के कहीं न जाऊं, रात दिवस तेरे चरण दबाऊं, रात दिवस तेरे चरण दबाऊं, तुम्हें जो छोड़ूं तो मर जाऊं, तुम्हें जो छोड़ूं तो मर जाऊं, अगर बम 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 लहरी, अगर बम 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 लहरी. സോ രജത് സാർ, ഇതുപോലെയൊക്കെ ഞാൻ അവിടെ പോയി പാടുമ്പോൾ എനിക്ക് വലിയ അഹങ്കാരത്തോടെ ഇംഗ്ലീഷിലൊന്നും സംസാരിക്കാൻ സാധിക്കണമെന്നില്ല. എനിക്ക് അവരോട് പറയാൻ സാധിക്കുന്നതൊക്കെ, യു ഗൈസ് ഹാവ് റിയലി എൻജോയ്ഡ്, then come on, show me your jalwa, you know, dance, because dance your heart out. ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഡാൻസ് യുവർ ഹാർട്ട് ഔട്ട് എന്ന്. ഞാൻ ഒരു തവണ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി.
അമേരിക്കൻസ് ആയാലും ആഫ്രിക്കൻസ് ആയാലും അവിടെയുള്ള എല്ലാ ജനങ്ങളും, എല്ലാ വിഭാഗം ജനങ്ങളും, 15 രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ. ഞാനപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവമേ, ഇത് നോക്കിയാലും നിങ്ങളുടെ പേരിൽ എത്ര പേരാണ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നത്. അവിടെ ഡാൻസും ഉണ്ടായിരുന്നു, ട്രാൻസും ഉണ്ടായിരുന്നു ഒരേ സമയത്ത് തന്നെ. അപ്പോ ഇതും സത്യമാണോ? ഒരു വിദേശ വനിത താങ്കളുടെ അടുത്ത് വന്ന് അവരുടെ വയറ്റിലുള്ള കുഞ്ഞ് താങ്കളുടെ പാട്ട് കേട്ട് ചവിട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതെ, സത്യമാണ്. അങ്ങനെ ഏത് പാട്ടാണ് താങ്കൾ പാടിയത്? ആ പാട്ട് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ആദിയോഗി, പിന്നെ ജയജയക്കാര, പിന്നെ ബം ലഹരി. ഞാനൊരു ഫ്ലൈറ്റിൽ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോർവേഡ് സെഷനിൽ പുറകിൽ നിന്ന് ഒരു ലേഡി വന്നു. അവരെന്നോട് പറഞ്ഞത്, സാർ, ഞാനിപ്പോൾ 7 മാസം പ്രഗ്നൻ്റ് ആണ്. സാർ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. സാർ, ഞാൻ എപ്പോഴൊക്കെ നിങ്ങളുടെ പാട്ട് പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴും, എസ്പെഷ്യലി ആദിയോഗി, ബം ലഹരി, പിന്നെ ജയജയക്കാര, എൻ്റെ കുഞ്ഞ് വയറ്റിൽ വല്ലാതെ ചവിട്ടും. എനിക്ക് അത് വേദനിക്കും, എന്നാലും നല്ല സുഖമുണ്ടാവും സാർ. സോ ഇങ്ങനെയൊരു കോംപ്ലിമെൻ്റ് കിട്ടിയത് വളരെ യുണീക്കായിട്ട് തോന്നി. സോ ഇങ്ങനെയൊരു കോംപ്ലിമെൻറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങളോട് മറ്റൊരു അനുഭവത്തെപ്പറ്റി കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഗർഭാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആത്മാവിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു. പണ്ഡിറ്റ്ജി, ഒരു പോകാൻ നിൽക്കുന്ന ആത്മാവ്, യാത്ര ചെയ്യുന്ന ആത്മാവ്, ദേവലോകത്തേക്ക് യാത്ര ചെയ്യുന്ന ആത്മാവ്. അയാൾക്ക് നോക്കുകയാണെങ്കിൽ ക്യാൻസർ ആയിരുന്നു. അയാൾ ന്യൂയോർക്കിലേക്ക് പോകുന്നപ്പോൾ അയാൾ ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ എഴുതി കാണിച്ചു, കൈലാഷ് ഖേറിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്, അതെൻ്റെ ഐപാഡിൽ പ്ലേ ചെയ്യണം, ഞാനിതാ മരിക്കാൻ പോവുകയാണ് എന്ന്. സോ ഒരു ഭാഗത്ത് ജനിക്കാൻ പോകുന്ന ആത്മാവ്, മറ്റൊരു ഭാഗത്ത് മരിക്കാൻ പോകുന്ന ആത്മാവ്. സോ ഇതിനൊക്കെ ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. വരുന്ന ആത്മാവ് എന്ത് പറഞ്ഞാണ് ചവിട്ടിയെന്ന് ഞങ്ങൾ കേട്ടു. പോകുന്ന ആത്മാവ് എന്ത് പറഞ്ഞാണ് പോയത്? पद्मासन में ध्यान लगाए मौन है, वीराने में तपता योगी कौन है, नाद न कोई तारा, डमरू कभी कभारा, अधमूंदी आँखों से सब देख रहा संसारा, जो नाथों के नाथ कहते याचक भूति बेल चढ़ाते, जातक झूम झूम के गाते ओमकारा, अर्धचंद्र माथे पे साजे, वक्षस्थल कपाल विराजे, जटा चक्र से बहती निर्मल शिवधारा, हर हर शिव शंभू जय जय केदारा, गाओ हर हर शिव शंभू जय जय केदारा, हर हर शिव शंभू जय जय केदारा, हर हर शिव शंभू जय जय केदारा. അതായത് നിങ്ങൾ വളരെ ഡീപ്പായിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് സാർ. പോകുന്നവർ എന്താണ് ചോദിക്കുക എന്ന്, എന്ത് മാനസികാവസ്ഥയിലാണ് ചോദിക്കുക എന്ന്. നിങ്ങൾ അവരുമായിട്ട് ഒത്തുകൂടുകയാണെങ്കിൽ, आजा चंदा बाहों में तुझ में ही गुम हो जाऊं, तेरे नाम में खो जाऊं, ഇങ്ങനെ മുഴുവനായിട്ടും तू तू करता तू भया मुझ में रही ना हूं, നിങ്ങൾ അപ്പോഴേക്കും നിങ്ങളെ തന്നെ മറന്ന് അതിനകത്ത് ലയിക്കുകയാണെങ്കിൽ, അതിനുശേഷം അതൊരു സമർപ്പണമായി മാറും, മുഴുവനായിട്ടുള്ള സമർപ്പണം. അതായത് അങ്ങനെയല്ല, ഒരു വരിയുണ്ട്, कि सुख संपत्ति घर आवे कष्ट मिटे तन का ओम. ഇത് ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട് പോകുന്നുണ്ട്. അതായത് വീട്ടിനകത്ത് ഐശ്വര്യം വരണം, എല്ലാവരുടെ കഷ്ടപ്പാടും മാറണം, ദൈവമേ നീ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പൂജ ചെയ്യാമേ, ബാക്കിയൊക്കെ നീ നോക്കിക്കൊള്ളണം. അതങ്ങനെയല്ല. മുഴുവനായിട്ടുള്ള സമർപ്പണം എന്ന് വെച്ചാൽ, कि पद्मासन में ध्यान लगाए मौन है, वीराने में तपता योगी कौन है, नाद न कोई तार, नाद न कोई तारा, डमरू कभी कभारा, और अधमूंदी आंखों से सब देख रहा संसारा, जो नाथों के नाथ कहाते, याचक भूति बेल चढ़ाते, जातक झूम झूम के गाते ओमकारा. നിങ്ങൾ ഈ ഭക്തി ചിന്തയോട് കൂടി പരിപൂർണ ആനന്ദത്തിലേക്ക് പോയാൽ, ഞാൻ നിങ്ങൾക്ക് ഒരു ജീവനുള്ള ഉദാഹരണം പറയാം. നിങ്ങളുടെ ഈ മനോഹരമായ സ്റ്റുഡിയോ കാണാൻ തന്നെ വളരെ ബ്രഹ്മാണ്ഡമായി തോന്നുന്നു. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആ ചെറിയ കൈലാസ സ്റ്റുഡിയോയും മുംബൈയിലുള്ളത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണത്. അപ്പോൾ ആ ബിൽഡിംഗ് ഡെമോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസും എടുത്തുകൊണ്ട് വന്നു. അവിടെയുള്ള മുനിസിപ്പാലിറ്റി അവിടെ ഒരു നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഒരുപാട് പേരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇതുപോലെ നോട്ടീസൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം വക്കീലിനെ കാണാൻ വേണ്ടിയാണ് പോവുക.
പിന്നെ ഈ സെറ്റർമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവര് ഈ സെറ്റിംഗ്സ് എങ്ങനെയാ ശരിയാക്കേണ്ടതെന്ന് നോക്കും. ഏത് പൊളിറ്റീഷ്യന് ഫോൺ ചെയ്യണം, എവിടെയൊക്കെ അവർക്ക് സെറ്റിങ്ങുകളുണ്ടോ അതൊക്കെ അവർ നോക്കും. ഞാൻ യഥാർത്ഥ സെറ്ററിന്റെ അടുത്തേക്ക് പോയി, മട്ടുപ്പാവിലേക്ക്. എന്തായാലും ഡെമോളിഷ് ചെയ്യുമെന്നുള്ള നോട്ടീസ് അവർ ഒട്ടിച്ചു കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് അവരതിന് വരും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, അങ്ങ് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നിട്ടും മനസ്സിനകത്ത് നീ ചിരിക്കുകയാണോ? ആഹാ, അപ്പോഴാണിത് വന്നത് സർ. पद्मासन में ध्यान लगाए मौन है. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആണെങ്കിൽ അപ്പോഴാണ് അയാൾ ഡീലിംഗ് ഒക്കെ സംസാരിക്കുക. പിന്നെ തന്ത്രപൂർവ്വം ചിന്തിക്കാനൊക്കെ ശ്രമിക്കും, എന്തിലെങ്കിലുമൊക്കെ കൊളുത്താൻ നോക്കും, എവിടെ സംസാരിച്ചാൽ എന്തൊക്കെ നടക്കും. ഭാഗ്യത്തിന് ദൈവം എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും തന്നില്ല. സോ ആ സമയത്ത് നിയമവിരുദ്ധമായിട്ട് കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ ദൈവം വന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. അല്ലല്ലല്ല സാർ, അതാ ഞാൻ പറയാൻ വരുന്നത്. നിയമത്തിലുണ്ട്, അതാണ് ഞാൻ പറയാൻ വരുന്നത്. ആ ദൈവം എന്നെ അതിലൂടെ രക്ഷിച്ചു. ഇതുവരെ നിങ്ങളൊന്ന് നോക്ക്, എല്ലാം നിയമപ്രകാരമാണ്. വ്യക്തത വരുത്തുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ശിവൻ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയും. അല്ലല്ലല്ലല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം നിയമത്തിന് അനുസൃതമായിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അത് ദൃഢമായിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ദൈവം എന്റെ വീട് മാത്രമല്ല ബലപ്പെടുത്തിയത്, ഞങ്ങളുടെ കോളനിയെ മൊത്തം രക്ഷിച്ചു. ഇപ്പോ അതിനുശേഷം ഗവൺമെന്റ് വന്നിട്ട് GR ഇട്ടു. അതായത് ഈ വീടുകളൊന്നും ആരും തൊടാൻ പോലും പാടില്ല, കാരണം ഇത് ഹെറിറ്റേജ് സൈറ്റായിട്ട് മാറാൻ പോവാണ് മുംബൈയിൽ. ഞാൻ യാരി റോഡിനെ പറ്റിയാണ് പറയുന്നത് സർ. അതായത് ബീച്ചിന്റെ അടുത്തായിട്ട് തന്നെ വെറ്റ് ലാൻഡ് ഉണ്ട്. മാത്രമല്ല ഒരുപാട് പേരുടെ നോട്ടവും ഉണ്ടായിരുന്നു വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കൊണ്ടുവന്ന്. ഇല്ല, ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഇല്ല, ഒരുപക്ഷെ ഇവിടെ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ സുനാമി വരാൻ സാധ്യതയുണ്ട് എന്ന്. കാരണം ഇത് വെറ്റ് ലാൻഡാണ്. അതുകൊണ്ട് ഗവൺമെന്റ് അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞു. വളരെ മനോഹരമായ ഒരു നല്ല കാര്യം. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് താങ്കളോട് ഒരേ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് താങ്കളുടെ 2 കൈകളിലും വാച്ചുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥകൾ? കൊള്ളാമല്ലോ, താങ്കൾക്ക് വളരെ കൂർമ്മ ബുദ്ധിയാണെന്ന് തോന്നുന്നു. എനിക്ക് 2 കരങ്ങളുണ്ട്. എനിക്ക് 2 വാച്ചും ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ ഒരു കയ്യിൽ മാത്രം വാച്ച് കെട്ടിക്കൊണ്ടിരുന്നപ്പോ വീട്ടിലിരിക്കുന്ന മറ്റേ വാച്ച് ചിന്തിക്കും, അയ്യോ എന്താ ഇത്, എന്നെ ഒരിക്കൽ പോലും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന്. പിന്നെ ഈ കൈ, ഇത് എപ്പോഴും സന്തോഷത്തോടെയാ ഉള്ളത്, കാരണം എന്നെ തൊടാനൊന്നും ആരുമില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ കൈയെയും ബഹുമാനിച്ചു, വാച്ചിനെയും ബഹുമാനിച്ചു. 2ാമത്തെ കാര്യം, ഞാൻ കൂടുതലായിട്ട് സമ്പാദിക്കില്ല. ഞാൻ ഉള്ളത് അനുഭവിക്കും. എന്താണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തും. കൂടുതലായും ഉള്ളത് ഞാൻ പങ്കുവെക്കാനും ശ്രമിക്കും. എന്തും പങ്കുവെക്കുന്ന ഒരാൾ എപ്പോഴും സമൃദ്ധിയാൽ നിറയും. ഒരുത്തൻ പങ്കുവെക്കാൻ തയ്യാറായാൽ അവന് സമൃദ്ധി കൈവരും. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടുന്നോ 2 കിട്ടി. 2 കിട്ടിയതുകൊണ്ട് എനിക്ക് 2 കൈകളല്ലേ ഉള്ളൂ. നമ്മൾ എന്തുകൊണ്ടാ ദൈവത്തിന്റെ അതിശയങ്ങൾ കാണിക്കാൻ പാടില്ല? ദൈവമേ, ഞാൻ നിന്റെ പുത്രനാണ്, ഞാനും നിന്നെ പോലെ ആനന്ദ നൃത്തമാടുകയാണ്. ഞാൻ താങ്കൾക്കൊരു 4 ലൈൻ പറയാൻ ആഗ്രഹിക്കുന്നു. പറയൂ. जो खानदानी रईस हैं वो रखते हैं नर्म मिजाज अपना. वाह. जो खानदानी रईस हैं वो रखते हैं नर्म मिजाज अपना. तुम्हारा लहजा बता रहा है कि तुम्हारी दौलत नहीं नहीं. जरा सा कुदरत ने क्या नवाजा, आके बैठे हैं पहली सफ में, अभी से उड़ने लगे हवा में, अभी तो शोहरत नहीं नहीं.